സ്വർണ്ണപ്പാളി പൊതുവെ പറഞ്ഞാൽ, ഒരു സത്യസത്യമായി പറഞ്ഞാൽ, കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുള്ളതിൽ എല്ലാം മോഷണമാണ്. ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഇവർക്ക് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്, കൊച്ചിൻ ദേവസ്വം ബോർഡില്ലേ, മലബാർ ദേവസ്വം ബോർഡില്ലേ, ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങണ്ട കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംവിധാനങ്ങൾ മാറാത്തിടത്തോളം കാലം ഈ ക്ഷേത്രവും നന്നാകില്ല, പരിസരവും നന്നാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ക്ഷേത്രത്തിനകത്ത് പോലും, ശ്രീകോവിലിനകത്ത് പോലും ശുദ്ധിയുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ സംവിധാനം, ഇന്നത്തെ സംവിധാനം മൊത്തം മാറണം. വരുമാനത്തിൻ്റെ പകുതി പോലും യഥാർത്ഥത്തിൽ കണക്ക് വരുന്നുണ്ടോ ഓരോ ക്ഷേത്രങ്ങളിലും, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും? ഇപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വൃത്തിഹീനത തന്നെ നിങ്ങളല്ലേ കാണിച്ചത്. ഇത്രയും വൃത്തിഹീനമായിട്ടാണ് കൊട്ടാരക്കര കൊടുക്കുന്നത്, അതും സബ്ലെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് രീതിയാണ് നടക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ കാര്യം, അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഒരു നിമിത്തമായി കണ്ടെത്തിയിട്ടുണ്ടല്ലേ ചർച്ച. ഈ നിമിത്തം എങ്ങനെ ഉണ്ടായി? നിങ്ങളോ ഞാനത് അറിഞ്ഞില്ല. ഈ വിഷയം എങ്ങനെയാണോ നിങ്ങളുടെ മധ്യത്തിലോ അല്ലെങ്കിൽ ഈ അദ്ദേഹം ഹൈക്കോടതിയുടെ മുമ്പിലല്ലേ ഇതൊന്നും വീണത്? അതിൽ തന്നെ തുടക്കം എവിടെയാണ്? ഇന്നിരിക്കുന്ന ഭരണക്കാർ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ആ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് അവർ അതിൻ്റെ ശ്രീകോവിലിൻ്റെ ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടില്ലേ? അത് കൊടുത്തുവിട്ടത് അറിയാതെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് ഹൈക്കോടതിക്ക്. സ്വാഭാവികമല്ലേ? ആ ജഡ്ജി അറിയാതെ പോകാൻ പാടില്ലാത്തത് അറിയിക്കാതെ വിട്ടപ്പോൾ അദ്ദേഹം അപ്പം എൻ്റെ അടിസ്ഥാനത്തല്ലേ ഹൈക്കോടതി ഇടപെട്ടത്. ഹൈക്കോടതി ഇടപെട്ടപ്പോൾ അല്ലേ ഇങ്ങനെ ഓരോ സ്വർണ്ണപ്പാളി പല പാളിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, കഥയായി പലകയായി പലതായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരാടെ കാലത്താണ്, പലരുടെയും കാലത്ത്, ഇപ്പോഴത്തും അതിനു മുമ്പുള്ളതും. പിന്നെ അതിനു മുമ്പിരുന്ന പത്തനംതിട്ടക്കാരനിരുന്ന കാലത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ട് കുഴപ്പക്കാരനാണെന്ന്. പത്മകുമാർ ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പം അദ്ദേഹം തന്നെ എന്താണ് ദണ്ടുണ്ടാക്കി അതിനകത്ത് കെട്ടി മക്കളെ കൊടുത്ത് പുറത്ത് കൊണ്ടുപോയി, ഇത് കേട്ടില്ലേ? അപ്പം ഞാൻ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം അയ്യപ്പൻ്റെ ഒരു മഹാ അത്ഭുതം മാത്രമല്ല, ഒരുപാട് കള്ളന്മാരുടെ കണ്ണികളും ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം കണ്ടുപിടിക്കാനും അതിനൊരു അവസരമുണ്ടായി. ആ അവസരത്തിൽ ഇപ്പോൾ ശക്തമായ നടപടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. ഹൈക്കോടതി എടുത്തപ്പോൾ അത് നമ്മൾ ചെറുതായി കാണാനൊക്കത്തില്ല. അവിടെ ഗവൺമെൻറ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കട്ടെ, ആരുടെ കാലത്തായാലും. നമുക്ക് അതിനകത്ത് ഇപ്പോൾ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ രാജ്യത്ത് മുഴുവൻ പ്രക്ഷോഭമാണ്, അതിന് രാഷ്ട്രീയമാണ്. ഇതിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് കിടക്കണം. ആ പ്രശ്നത്തിനൊക്കെ പ്രാധാന്യം ഈ ശബരിമലയിൽ ഈ പാളിയെടുക്കുന്നതാണ് ആ പ്രശ്നം. അതതിൻ്റെ ശക്തമായ നടപടി സർക്കാരും ഹൈക്കോടതി എടുത്ത സാഹചര്യത്തിൽ അതിൻ്റെ ഗൗരവം നല്ലത്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 62 കൊല്ലം എവിടെയൊക്കെ കക്കും എവിടെയൊക്കെ കക്കാനൊക്കെ എന്നുള്ളത് നമുക്കറിയാം. ഇത് പഴുതടച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകട്ടെയാണ്. അഴിമതി പഴുതടച്ച് ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ നിന്ന് വന്നതല്ല, കുറച്ച് പോകണമെങ്കിൽ ഇവിടെ ഏതാണ്ട് 5ഓളം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, കുഴൽമാണിക്കുന്ന, ഇങ്ങനെ പല മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ ദേവസ്വം ബോർഡ് 4-5 ഉണ്ടാക്കി കുറേ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. എല്ലാം ഒഴിവാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സീനിയർ IAS സെക്രട്ടറി ആയിട്ട് വയ്ക്കണം. സെക്രട്ടറി ആയിട്ട് വെച്ചിട്ട് രാഷ്ട്രീയക്കാരില്ലാതെ രാഷ്ട്രം ഉണ്ടാകുകയില്ല. രാഷ്ട്രീയക്കാരുടെ ചെയർമാനോ കമ്മിറ്റിയോ, അതായത് കയർ ബോർഡ് പോലെയും സ്പൈസസ് ബോർഡ് പോലെയും ഉള്ള ബോർഡ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടല്ല. അതുപോലെ ആ ബോർഡിനകത്ത് രാഷ്ട്രീയക്കാരിക്കട്ടെ, അവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ കേൾക്കണം. ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ ആയിരിക്കണം എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ. ആ സെക്രട്ടറി കൺസേൺഡ് മിനിസ്റ്ററുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം, ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ടാക്കി ഫയൽ നോക്കിക്കൊണ്ട് പോയാൽ ഈ അഴിമതിയിൽ ഒരുപാട് കുറവ് വരുത്താൻ സാധിക്കും.
ഇതങ്ങനെയല്ല. കുറേ രാഷ്ട്രീയക്കാർക്ക് ഇടം കൊടുക്കാൻ ഇടയില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്ന ഇടമായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ മാറി നോക്കുമോ? ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നത്, ആരുടെ കാലത്തായാലും നടന്നിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് കാലത്തായാലും ആരുടെ കാലത്തായാലും ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കുറച്ച് രാഷ്ട്രീയപരമായ അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു കസേരയായി ദേവസ്വം ബോർഡ് അധപ്പതിച്ചു. അത് മാറണം. ഈ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ശക്തമായ നടപടി എടുക്കണം. നടപടി എടുത്തോളാം. മാത്രമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡേ വേണ്ടെന്നേ. ഒറ്റ ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് നല്ലൊരു IAS കാരനോ വെച്ചുകൂടാ? അയാൾക്ക് എക്സിക്യൂഷൻ പവറും കൊടുക്കണം. മന്ത്രിക്ക് നേരിട്ട് പവർ അതിന് ഇടപെടാനുള്ള. അതിനൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കും ചെയർമാനായിട്ട്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇതിപ്പോൾ എങ്ങനെയാണ്? ഇവിടെ വൈക്കത്ത പോസ്റ്റിങ്ങാണ്, അതിന് എത്ര കിട്ടും എന്നാണ് ആലോചിക്കുന്നത്. അതുപോലെ കൊട്ടാരക്കര, അങ്ങനെ കുറേ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്ത് കിട്ടും, എന്ത് മേടിക്കാം എന്ന് കണക്കാക്കി കൊടുക്കുകയും മേടിക്കുകയും ചെയ്ത് കൊടുത്ത് ആളെ പോസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ്? അവൻ വരുന്ന വെറുതെ കാണാം, അവൻ അതിൻ്റെ അപ്പുറത്ത് നടിക്കാൻ നോക്കും. ഇതെല്ലാം ഈ അഴിമതി രഹിതമായി കുറേയെങ്കിലും നടക്കണമെങ്കിൽ ഇന്നത്തെ ദേവസ്വം ഭരണ സംവിധാനത്തിനുള്ള ബോർഡ് സംവിധാനം അഴിച്ചു പണിയാത്തിടത്തോളം കാലം ഈ അഴിമതി ആര് വന്നാലും ലോകാവസാനം വരെ ഇത് അനുസ്യൂതം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും.